രണ്ട് ന്യൂ ഏജ് കമ്പനികൾ ഏതാണ്ട് സമാന കാലയളവിൽ ദലാൽ സ്ട്രീറ്റിൽ അരങ്ങേറ്റം കുറിച്ച പേടിഎമ്മും സൊമാറ്റോയും. സൊമാറ്റോ ലിസ്റ്റിംഗ് 2021 ജൂലൈ 23-ലും നവംബർ 18 2021 തന്നെയായിരുന്നു പേടിഎം ലിസ്റ്റ് ചെയ്യുന്നത്. മികച്ച അപ്സൈഡ് പൊട്ടൻഷ്യലോടെ വളരുന്ന ഓഹരിയാണ് സൊമാറ്റോ. ഓരോ ദിവസവും ബ്രോക്കറേജുകൾ സ്റ്റോക്കിന്റെ ടാർഗറ്റ് വില ഉയർത്തുമ്പോൾ ഓഹരി കുതിക്കുകയാണ്. ഈ അടുത്ത് ഏറ്റവും ഒടുവിലായിട്ട് സൊമാറ്റോയുടെ ടാർഗറ്റ് വില ഉയർത്തിക്കൊണ്ട് HSBC ഒരു ബൈ കോൾ നൽകിയിട്ടുണ്ടായിരുന്നു. 200 രൂപയാണ് ടാർഗറ്റ് വില നൽകിയത്. മുൻപ് നൽകിയ ടാർഗറ്റ് വില 163 രൂപയായിരുന്നു. ഇവിടെ നിന്നും വർദ്ധിപ്പിച്ച ഒരു ടാർഗറ്റ് വിലയോടുകൂടി ഏകദേശം 29% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് സ്റ്റോക്കിൽ ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത്. ദീർഘകാല അടിസ്ഥാനത്തിൽ സൊമാറ്റോയുടെ ഗ്രോസറി യൂണിറ്റായ ബ്ലിങ്കിറ്റിന്റെ പരസ്യ വരുമാനം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ മൊത്തം ഡിജിറ്റൽ പരസ്യ ചെലവിന്റെ ഏകദേശം 3% ബ്ലിങ്കിറ്റ് പരസ്യ വരുമാനം എന്നൊക്കെയുള്ള നിഗമനത്തിലെത്തിയാണ് HSBC ഈ ഒരു ബൈക്കോള് നൽകിയത്. കൂടാതെ 190 രൂപ ടാർഗറ്റ് നൽകിക്കൊണ്ട് സൊമാറ്റോയ്ക്ക് കോട്ടക് സെക്യൂരിറ്റീസും ഒരു ബൈ റെക്കമെൻഡേഷൻ കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. 2023 മുതൽ 26 സാമ്പത്തിക വർഷത്തിൽ 46% ഒരു സൊമാറ്റോയുടെ വരുമാനം കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ നൽകുന്നത് ബ്രോക്കറേജ്. 2024 സാമ്പത്തിക വർഷത്തോടെ സൊമാറ്റോ ലാഭകരമാകുമെന്നും പറയുന്നുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് പരിശോധിച്ചാലും അവസാനം റിപ്പോർട്ട് ചെയ്ത പാദത്തിൽ ബ്ലിങ്കിറ്റ് തുടർച്ചയായ രണ്ടാം പോസിറ്റീവ് പാദം രേഖപ്പെടുത്തിയപ്പോൾ കമ്പനിയുടെ വരുമാനം ഇരട്ടിയിലധികമാണ് രേഖപ്പെടുത്തിയത്. ഇനി തിരികെ പേടിഎം ഓഹരികളിലേക്ക് വന്നാൽ ഒരു റോളർ കോസ്റ്റർ റൈഡിനാണ് പേടിഎം ഓഹരികൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് എന്ന് കാണാം. പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് പുതിയ ഇടപാടുകാരെ ചേർക്കുന്നതും വായ്പ നൽകുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തടഞ്ഞതോടെ ഓഹരികൾ ലോവർ സർക്യൂട്ട് പരിധിയിൽ എത്തിയിരുന്നു. ബാങ്കിന്റെ KYC പ്രക്രിയകളിലെ ക്രമക്കേടുകളെ തുടർന്നാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയത്. 2017-ലാണ് പേടിഎം പേയ്മെന്റ് ബാങ്ക് സ്ഥാപിതമായത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ പേടിഎം പേയ്മെന്റ്സിന് നേരിട്ട തിരിച്ചടി ഓഹരികളിലും വളരെയധികം തളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ പേടിഎം സ്റ്റോക്ക് 44%-ലധികം തകർച്ച നേരിട്ടപ്പോൾ ഫെബ്രുവരി 16-ന് ഷെയറിന് 318 രൂപ എന്ന റെക്കോർഡ് താഴ്ന്ന നിലവാരത്തിലെത്തുകയും ചെയ്തു. ഇന്നത്തെ ദിവസം പേടിഎമ്മിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്നു. പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ RBI നിയന്ത്രണങ്ങൾ ഇന്നു മുതൽ തന്നെയാണ് പ്രാബല്യത്തിൽ വരാനിരിക്കെ പേടിഎമ്മിന് ആശ്വാസമാകുന്ന വാർത്തകളാണ് പുറത്തു വന്നത്. പേടിഎം ആപ്പ് വഴി UPI സേവനങ്ങൾ മുന്നോട്ട് തുടരാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നു. അത്തരത്തിലുള്ള ഒരു പച്ചക്കൊടി പേടിഎം ഓഹരികൾക്ക് ലഭിക്കുന്നു. കാരണം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ പ്രൊവൈഡർ ആകാനുള്ള അപേക്ഷ NPCI അംഗീകരിച്ചിരിക്കുകയാണ് പേടിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു കരുത്തിൽ തന്നെ ഓഹരികൾ ഇന്നത്തെ വ്യാപാരത്തിൽ രാവിലെ വ്യാപാരം ആരംഭിച്ചതു മുതൽ തന്നെ 5%-ലധികം മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. ആ ഒരു മുന്നേറ്റം ഇപ്പോഴും തുടരുകയുമാണ്. ഇതോടെ ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ പ്രൊവൈഡറായി പേടിഎം മാറും. ഫോൺ പേ, ഗൂഗിൾ പേ പോലുള്ള എതിരാളികളുടെ ബിസിനസ് മോഡലുകളോട് പ്രവർത്തിക്കാൻ 4 ബാങ്കുകളെ പങ്കാളിത്ത ബാങ്കുകളായും ചേർത്തിട്ടുണ്ട്. അത്തരത്തിൽ SBI, യെസ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഒപ്പം HDFC ബാങ്ക് എന്നിവയാണ് പാർട്ട്ണർ ബാങ്ക്സ്. അതേസമയം പേടിഎം ഫാസ്ടാഗ് വാലറ്റിലേക്കും പേടിഎം പേയ്മെന്റ്സ് ബാങ്കിലേക്കും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിന് ഇന്നു മുതൽ RBI വിലക്കും നിലനിൽക്കുന്നുണ്ട്. 2 കോടിയോളം പേർ പേടിഎം ഫാസ്ടാഗ് ഉപയോഗിക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഫാസ്ടാഗ് നൽകാൻ അനുമതിയുള്ള ബാങ്കുകളുടെ പട്ടികയിൽ നിന്ന് ദേശീയപാത അതോറിറ്റി പേടിഎമ്മിനെ ഒഴിവാക്കിയിട്ടുമുണ്ട്. പ്രതിസന്ധികൾക്കിടെ പേടിഎം സ്ഥാപകനായിട്ടുള്ള വിജയ് ശേഖർ ശർമ്മ പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ, ബോർഡ് മെമ്പർ സ്ഥാനങ്ങളൊക്കെ തന്നെ രാജിവെച്ചതിനു പിന്നാലെയാണ് പേടിഎമ്മിന് അനുകൂലമായ വാർത്തകൾ വന്നിട്ടുള്ളത്. തുടർന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ചെയർമാൻ ശ്രീനിവാസൻ ശ്രീധർ, മുൻ ബാങ്ക് ഓഫ് ബറോഡ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അശോക് കുമാർ ഗാർഗ്, വിരമിച്ച 2 IAS ഉദ്യോഗസ്ഥർ എന്നിവരെ പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ ബോർഡിൽ ഉൾപ്പെടുത്തി ബോർഡ് പുനഃസ്ഥാപിക്കുകയടക്കമുള്ള കാര്യങ്ങൾ കമ്പനി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഇന്നു മുതൽ ഏതൊക്കെ സേവനങ്ങളാണ് ലഭിക്കാത്തത് എന്ന് പരിശോധിക്കാം. പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാനാവില്ല. എന്നാൽ അക്കൗണ്ടിലുള്ള പണം പിൻവലിക്കാനും ട്രാൻസ്ഫർ ചെയ്യാനുമാകും. പാർട്ട്ണർ ബാങ്കുകളിൽ നിന്ന് റീഫണ്ട്, ക്യാഷ് ബാക്ക് എന്നിവയും ലഭിക്കും. ശമ്പളം, സർക്കാർ ധനസഹായം, അതോടൊപ്പം തന്നെ സബ്സിഡി എന്നിവ പേടിഎം ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കില്ല. വാലറ്റിലേക്ക് പണം ആഡ് ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ സാധിക്കില്ല. എന്നാൽ നിലവിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് പേയ്മെന്റ് നടത്താം. പേടിഎം ബാങ്ക് ഉപയോഗിച്ച് ഫാസ്ടാഗ് റീചാർജ് ചെയ്യാൻ സാധിക്കില്ല.
പേടിഎം ബാങ്ക് അനുവദിച്ച നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് പ്രവർത്തനരഹിതമാകും. പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് യു പി ഐ IMPS എന്നിവ ഉപയോഗിച്ചും പണം ട്രാൻസ്ഫർ ചെയ്യാനാകില്ല എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു എത്തിച്ചേർന്നത്. ഇപ്പോൾ UPI പേയ്മെന്റിന് മാത്രമാണ് ഒരു ഇളവ് ലഭിച്ചിരിക്കുന്നതും. സൊമാറ്റോ, പേടിഎം എന്നീ രണ്ട് കമ്പനികൾ ന്യൂ ഏജ് കമ്പനികളാണെങ്കിൽ തന്നെയും നിക്ഷേപകരുടെ ഇഷ്ടതാരങ്ങളായി മാറിയ ഓഹരികളായിരുന്നു. ലിസ്റ്റിംഗ് വില നോക്കിയാൽ സൊമാറ്റോ 116 രൂപയിലും പേടിഎം 1950 രൂപയിലുമായിരുന്നു. ഒരു വർഷം മുൻപുണ്ടായിരുന്ന സൊമാറ്റോയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം മുൻപത്തെ 49 രൂപ എന്ന 52 ആഴ്ചയിലെ താഴ്ന്ന നിലയിൽ നിന്നും ഈ മാസം, അതായത് മാർച്ച് 4-ന് രേഖപ്പെടുത്തിയ 175 രൂപ എന്നതായിരുന്നു സൊമാറ്റോയുടെ റെക്കോർഡ് വില നിലവാരം. ഇന്നത്തെ വ്യാപാരത്തിൽ 157.35 എന്നുള്ള ഒരു ഇൻട്രാഡേ ഹൈ കൂടി ഈ ഒരു സ്റ്റോക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ പേടിഎമ്മിലേക്ക് വന്നാൽ ഒക്ടോബർ 20, 2023 998.3 എന്നതായിരുന്നു 52 ആഴ്ചയിലെ ഉയർന്ന നിലവാരം. 52 ആഴ്ചയിലെ താഴ്ന്ന നില കഴിഞ്ഞൊരു മാസത്തിൽ, അതായത് 16-ാം തീയതി രേഖപ്പെടുത്തിയ 318.5 എന്നുള്ളതായിരുന്നു. സോ നിലവിൽ ഇന്ന് 370.7 എന്നുള്ള ഒരു ഇൻട്രാഡേ ഹൈ ഈ ഓഹരി ടച്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും സ്റ്റോക്ക് ലിസ്റ്റിംഗ് വിലയിൽ നിന്നും 81% ഇടിവിലാണ് ട്രേഡിംഗ് മുന്നോട്ട് പോകുന്നത്. ഇനി നിക്ഷേപകർക്ക്, പ്രത്യേകിച്ച് പേടിഎം ഓഹരികൾ കൈവശം വെച്ചിരിക്കുന്ന നിക്ഷേപകർക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് 55% അപ്സൈഡ് പൊട്ടൻഷ്യൽ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നു എന്ന മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട്. 555 രൂപ ടാർഗറ്റ് വില നൽകി പേടിഎമ്മിൽ മോർഗൻ സ്റ്റാൻലി ഈക്വൽ വെയിറ്റ് സ്റ്റാൻസ് ആണ് നൽകിയിരിക്കുന്നത്. തേർഡ് പാർട്ടി ആപ്പായി മാറാനുള്ള അനുമതി ഒരു മികച്ച ഡെവലപ്മെന്റ് ആയാണ് ബ്രോക്കറേജ് കാണുന്നത്. 2024 കമ്പനിയുടെ ബിസിനസ്സുകളിൽ ഉണ്ടായേക്കാവുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്സിനായിട്ട് ബ്രോക്കറേജ് ഈ ഒരു സ്റ്റോക്കിനെ, അല്ലെങ്കിൽ ഈ നിലവിലെ ഒരു അപ്ഡേറ്റ്സിനെ കാണുന്നുണ്ട് എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ ബിസിനസ് മറ്റു ബാങ്കുകളിലേക്ക് മാറുന്നതിനാൽ ബ്രോക്കറേജ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് സ്റ്റോക്കിന് മേൽ നൽകിയിരിക്കുന്നത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ മൂന്നാം പാദത്തിൽ വരുമാനത്തിൽ 38% ഉയർച്ചയോടെ മുൻ വർഷത്തെ അപേക്ഷിച്ച് 2062.2 കോടി രൂപയിൽ നിന്നും 2850.5 കോടി രൂപയായിട്ട് ഉയർത്തിയിരുന്നു. കമ്പനിയുടെ ഏകീകൃത അറ്റ നഷ്ടം കഴിഞ്ഞ സാമ്പത്തിക വർഷം റിപ്പോർട്ട് ചെയ്ത 392 കോടിയിൽ നിന്ന് 221 കോടി രൂപയായി കുറച്ചിട്ടുണ്ട്. 2021 നവംബറിൽ പബ്ലിക് ആയതിനു ശേഷം സ്ഥാപനം നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേസമയം നഷ്ടം ഈ ഒരു 2023 സാമ്പത്തിക വർഷത്തിലും തുടർന്നും ഒരു കുറവ് വരുത്തുന്നുണ്ട് എങ്കിൽ പോലും അതിനൊരു ഇരുട്ടടി എന്നോണമാണ് RBIയുടെ നടപടികൾ ഈ ഒരു പേടിഎമ്മിന് മേൽ വന്നു ഭവിക്കുന്നത്. എന്തൊക്കെയായാലും പേടിഎം ഓഹരികളിൽ ഉണ്ടായിരിക്കുന്ന തകർച്ചയ്ക്ക് ഒരു മോക്ഷം ലഭിക്കണമെങ്കിൽ ഇപ്പോൾ പേയ്മെന്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള സേവനങ്ങളിൽ നേരിട്ടത് കമ്പനിയെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഫൈനാൻഷ്യൽ ഡെപ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയണം. അതിന് നെക്സ്റ്റ് ക്വാർട്ടർലി റിസൾട്ടുകൾ വരെ കാത്തിരിക്കേണ്ടതുണ്ട്. ഇനി RBI മാനദണ്ഡങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാൻ ബദൽ സംവിധാനങ്ങൾ എന്തെങ്കിലും പേടിഎം മാതൃ കമ്പനിയായിട്ടുള്ള 197 കമ്മ്യൂണിക്കേഷൻസ് കൊണ്ടുവന്നാൽ ഓഹരികളിൽ ഒരു റിക്കവറി സാധ്യത പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതായാലും ഈ ഇരു കമ്പനികളുടെയും ഒരു പെർഫോമൻസ് ചാർട്ട് കൂടി നമുക്കൊന്ന് വിലയിരുത്താം. സൊമാറ്റോയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിൽ മൾട്ടി ബാഗർ നേട്ടം നൽകിയ ഒരു സ്റ്റോക്കാണ്. തീർച്ചയായിട്ടും 194.63% ഒരു നേട്ടം നൽകി നിക്ഷേപകരുടെ കീശ നിറച്ച സ്റ്റോക്ക് തന്നെയാണ് സൊമാറ്റോ എന്ന് പറയുന്നത്. അതേ കാലയളവിൽ പേടിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം 35.15% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത് എന്നത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇയർ ടു ടിൽ ഡേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും നാളുകൊണ്ട് തന്നെ സൊമാറ്റോ 26.35% നേട്ടം നൽകിയപ്പോൾ 44% ഇടിവാണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് പേടിഎം നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത് എന്നത് കൂടി മനസ്സിലാക്കുക.